വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ചെൽസി ഇന്നലെ ബ്രൈറ്റനോട് 3-0 വലിയ തോൽവി ഏറ്റുവാങ്ങി. അപ്പോൾ അതിന് ഒരാഴ്ച മുമ്പ് ചെൽസി ഇതേ ബ്രൈറ്റനോട് FA കപ്പിൽ തോറ്റു പുറത്തായിരുന്നു. അപ്പോൾ അന്ന് എൻസോ മരസ്ക പറഞ്ഞ കാര്യം, ഞങ്ങൾ ഇനി ലീഗ് ക്യാമ്പയിനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്, ഒരു കപ്പ് കോമ്പറ്റീഷനിൽ പോയത് നന്നായി എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. പക്ഷേ അന്നത് പറഞ്ഞതിന് ശേഷം അത്ര നല്ല രീതിയിലല്ല ഫാൻസ് ഒന്നും അത് സ്വീകരിച്ചത്. അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് കാര്യമാണ് ഈ ആഴ്ച വന്നപ്പോഴേക്കും നടന്നത്. ഇത്രയും ദിവസം അവർക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ടായി. അതേ ഒപ്പോണൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിലും ഭീകരമായിട്ടുള്ളൊരു തോൽവി ഏറ്റുവാങ്ങി എന്നുള്ളതും മരസ്കയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും മരസ്കയുടെ ഹണിമൂൺ പീരീഡ് തീർന്നോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അവസാനം നമ്മുടെ ചെൽസിക്കാരൻ ചേട്ടനായിട്ട് ലൈവ് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയം വരെ ചെൽസി വളരെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. അവർ ടൈറ്റിൽ റേസിൽ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഓവറോൾ ഇദ്ദേഹത്തിൻ്റെ കോച്ചിങ് രീതിയൊക്കെ വളരെ നല്ല സ്വീകാര്യതയായിരുന്നു ചെൽസി ഫാൻസിൻ്റെ ഇടയിൽ. ടീമിൻ്റെ മെൻറ്റാലിറ്റിയൊക്കെ മാറ്റി. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചെൽസി ടീമിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കെമിസ്ട്രി എന്ന് പറയുന്ന സാധനമൊന്നും ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം വന്നതിന് ശേഷം ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ അങ്ങനെ വലിയൊരു മാറ്റമൊക്കെ വരുത്തിയിരുന്നു. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഇപ്പോൾ ഡിസംബറിന് ശേഷം, ഇപ്പോൾ ഡിസംബർ 25 തൊട്ട് ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ ചെൽസി ആകെ 2 മത്സരങ്ങളാണ് ഓൾ കോമ്പറ്റീഷനിൽ ജയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ഒരു ഫാളാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ചെൽസി അടുത്തൊന്നും തോക്കാതിരുന്ന ടീമുകളൊക്കെ ആയിട്ട്, എസ്പെഷ്യലി ഫുള്ളാമൊക്കെ ആയിട്ട് ഫോമിൽ 1979 ശേഷമാണ് ആ ഒരു മത്സരം നോക്കുന്നത്. സെയിം വിത്ത് ഇപ്സ്വിച്ചിനോടാണെങ്കിലും 1979 ശേഷമാണ് ഒരു മത്സരം നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില മോശം റിസൾട്ടുകൾ, പിന്നെ ഓവറോൾ ഇപ്പോൾ ടീമിൻ്റെ കൊഹഷനിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്ലേയേഴ്സ് തമ്മിൽ ബ്ലെയിം ചെയ്യാനൊക്കെ തുടങ്ങി. മത്സരത്തിലുടനീളം അത് വിസിബിളാണ്. അതുപോലെ തന്നെ കോൾ പാമറൊക്കെ ആണെങ്കിലും വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയി വിസിബിളായിട്ട് കാണാം എന്നുള്ളതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഫാൻസ് ആണെങ്കിലും റോബൻ അബ്രാമോവിച്ചിന് വേണ്ടി ചാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ചെൽസി മരസ്കയും ഒരു ക്രൈസിസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് മരസ്കയ്ക്ക് വലിയ രീതിയിൽ ക്രിറ്റിസിസം കിട്ടുന്നുണ്ട്. ചെൽസി ഫാൻസിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ക്രിറ്റിസിസം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൂസർ മെൻറ്റാലിറ്റീനെ പറ്റി പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ, അത് ചെൽസി റോബൻ അബ്രാമോവിച്ചിൻ്റെ അണ്ടറിൽ നമ്മൾ ഒബ്വിയസ്ലി കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളുടെ പേരിൽ ചിലപ്പോൾ സാക്ക് ചെയ്യപ്പെട്ടേക്കാം. കാരണം അദ്ദേഹം പറഞ്ഞത് ഇവരുടെ ടാർഗറ്റ് അടുത്ത 2 വർഷത്തിനുള്ളിൽ ചാമ്പ്യൻസ് ലീഗിൽ കയറുക എന്നുള്ളതാണ്. ചെൽസി ഓണേഴ്സിൻ്റെ ലക്ഷ്യം ഇപ്പോൾ ഒരു ടോപ്പ് 4 ഫിനിഷാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് എല്ലാ അമേരിക്കൻ ഓണേഴ്സിൽ നിന്നും കാണുന്ന ഒരു കാര്യമാണ്. അവരുടെ ഒരു ബേസിക് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ട്രോഫി അടിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും അവരെ സംബന്ധിച്ച് ബാധകമായിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ മരസ്ക പറഞ്ഞിരുന്നു ചെൽസി ഇപ്പോൾ ഒരു എല്ലാ കോമ്പറ്റീഷനും കോമ്പീറ്റ് ചെയ്യാനുള്ള ലെവലിലേക്കൊന്നും ആയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഒരു ലൂസർ മെൻറ്റാലിറ്റിയാണ് അദ്ദേഹം കൂടുതലുമായിട്ട് പറയുന്നതെന്നുള്ളതാണ്. ഇപ്പം എന്തായാലും ചെൽസി 4ാം സ്ഥാനത്ത് നിന്നും താഴേക്ക് പോയിട്ടുണ്ട്. ഇപ്പം ഇപ്പോഴാണെങ്കിലും മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി ടീമുകളൊക്കെ മുകളിലേക്ക് കയറി. അപ്പോൾ ചെൽസിയെ സംബന്ധിച്ച് ടോപ്പ് 4 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോമിൽ വലിയൊരു ടേൺ അറൗണ്ട് ഉണ്ടാവണം, കുറേ നല്ല മത്സരങ്ങളിൽ വിജയം ഉണ്ടാവണം. അതിപ്പോൾ സീസണിൻ്റെ തുടക്കത്തിൽ കണ്ട പോലത്തെ ഒരു ഫോമിലേക്ക് ചെൽസി തിരിച്ചെത്തേണ്ടിയിരിക്കുന്നു. ഇനി വരാൻ പോകുന്നതാണെങ്കിലും കുറച്ചധികം ട്രിക്കി അവേ ഫിക്സ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ചെൽസി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരാളെ കുറിച്ച് എനിക്ക് പ്രത്യേകം മെൻഷൻ ചെയ്യാമെന്ന് തോന്നിയ ഒരാളാണ് ഫ്രീഡം ഫൈറ്റർ ജേഡൻ സാൻചോ. അപ്പോൾ സാൻചോ കഴിഞ്ഞ ദിവസം റാഷ്ഫോർഡ് ആസ്റ്റൺ വില്ലയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഫ്രീഡം എന്നൊരു കമൻ്റൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ സാൻചോ മനഃപൂർവ്വം അത് ഉദ്ദേശിച്ചതാണ്, യുണൈറ്റഡിനെ ഉദ്ദേശിച്ചിട്ടതാണ്. പക്ഷേ ഫ്രീഡം എന്നൊക്കെ പറഞ്ഞിട്ട് സാൻചോ എന്ത് പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ് ഫുട്ബോൾ ലോകം കാത്തിരുന്നത്. വട്ടപൂജ്യം. വളരെ വളരെ മോശം പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ജേഡൻ സാൻചോനെ ചെൽസി ഫാൻസ് ആണെങ്കിലും അതുപോലെ തന്നെ യുണൈറ്റഡ് ഫാൻസ് ആണെങ്കിലും ഒരുമിച്ചിരുന്ന് ഏറി കയറ്റിയേക്കുക എന്നുള്ളതാണ്. രാവിലെ നോക്കിയപ്പോൾ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ച ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അതായിരുന്നു. അപ്പോൾ സാൻചോനെ കുറിച്ച് ഞാൻ മുമ്പും ഇവിടെ വാൺ ചെയ്തിട്ടുണ്ട്. സാൻചോ എല്ലാം സ്കാംജോയാണ്. വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. മൂഡുണ്ടെങ്കിൽ കളിക്കും, കഴിവൊക്കെ ഉണ്ട്. പക്ഷേ കംപ്ലീറ്റ്ലി മൂഡ് മാത്രം നോക്കി കളിക്കുന്ന ഒരു വല്ലാത്ത തരം പ്ലെയറാണ് സാൻചോ. കൂടുതൽ സമയവും സോഷ്യൽ മീഡിയയിൽ ഷോ ഇറക്കാനാണ് ആൾക്ക് താല്പര്യം. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുണൈറ്റഡിൽ നിന്ന് ലോണിലാണ് വിത്ത് ആൻ ഒബ്ലിഗേഷൻ ടു ബൈ 25 മില്യണിൻ്റെ നിർബന്ധമായ ചെൽസി മേടിക്കുക എന്നുള്ളൊരു ഒബ്ലിഗേഷൻ സാൻചോയിലുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.